ഉദ്യോഗസ്ഥ വൃന്ദം നമ്മൾ വ്യാജമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന മൂലധന യുക്തിയുടെ ഒരു പുതിയ ലോകക്രമം ഇതാ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാംസ്കാരിക സാമ്രാജ്യത്വത്തിന്റെ പ്രശ്നം മാത്രമല്ല, അഥവാ ഇത് ഈ സാംസ്കാരിക സാമ്രാജ്യത്തെ തീരുമാനിക്കുന്നത് ഒരു സാമ്പത്തിക സാമ്രാജ്യത്വമാണ്. അത് ലോകകമ്പോളത്തെ അടക്കി ഭരിക്കുന്ന സാമ്രാജ്യത്വ മൂലധന യുക്തികളുടെ ഒരു സാമ്രാജ്യത്വമാണ്. അതിനെ പിൻപറ്റുന്നതോ നിങ്ങളും ഞാനുമൊക്കെ വ്യക്തികളല്ല, ജാതികളാണ്, മതങ്ങളാണ്, വംശങ്ങളാണ്, വർണ്ണങ്ങളാണ്, സ്ത്രീയാണ്, പുരുഷനാണ് എന്ന് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്ത ഐഡന്റിറ്റികളാക്കി, വ്യത്യസ്ത തനിമകളാക്കി വേർതിരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വമാണ്. പ്രശ്നങ്ങൾ സ്ത്രീ പുരുഷനോടാണ് സമരം ചെയ്യേണ്ടത്. ന്യൂനപക്ഷം നമ്മുടെ മോചനം, ഇരകളുടെ മോചനം എന്ന് വളരെ ഇര എന്ന വാക്ക് പോലെ എനിക്ക് അത്ര ഇഷ്ടമുള്ള വാക്കൊന്നുമല്ല ഇര എന്നത്. പ്രത്യേകിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്കൊരു പ്രതിസന്ധിയുണ്ട്. ഇര ആവുന്നതിൽ ആരും അഭിമാനിക്കേണ്ടതില്ല. ഇര ദയനീയമായ വാക്കാണ്. ഏത് വേട്ടക്കാരനെയും ചെറുത്ത് നിൽക്കുന്ന കാട്ടുമൃഗമാവാൻ കഴിഞ്ഞെങ്കിൽ ഇരയേക്കാൾ മാന്യതയുണ്ട്. നമ്മൾ ആരും ഇരകളല്ല, ആരുടെയും ഇരകളായി നിന്ന് കൊടുക്കേണ്ടവരുമല്ല. നമുക്കൊരു ജീവിതം ഇരയായി തീർക്കാനുള്ളതല്ല. ആരാണ് നമ്മെ ഇരയാക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീയുടെ ശത്രു പുരുഷനാണ്. അതാണോ ഫെമിനിസം? അതാണോ സ്ത്രീ വിമോചനം? സ്ത്രീയുടെ ശത്രു പുരുഷനാണോ? നിയന്ത്രണം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി. എല്ലാവരും സാമ്രാജ്യത്തിനെതിരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോട്ടം വള്ളിക്കുന്ന് സാറിന് ചെറിയ ചെറിയ വ്യതിയാനങ്ങളുണ്ട്, രാജീവിനുണ്ട്, ആസാദിനുമുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരുടെയും ശബ്ദം ഒന്ന് തന്നെയാണ്. സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് നോം ചോസ്കി പറയുന്നതും, അതുപോലെ ചെഗ്വേര പറയുന്നതും, റോബർട്ട് ഫിക്സ് പറയുന്നതും, പോൾ ക്രൂഗ്മാൻ പറയുന്നതും, ഇവിടെ നിന്ന് SSF പറയുന്നതും ഒക്കെ ഒരർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. SSFന്റെ ശബ്ദം തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. നമുക്ക് കേവലം വിസമ്മതം മതിയോ എന്ന ആസാദിന്റെ ആ ചോദ്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഈ മാധ്യമ വിചാരത്തിൽ പങ്കെടുത്ത എല്ലാ വ്യക്തിത്വങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. സംവാദം. സാമ്രാജ്യത്വം, രാഷ്ട്രീയം. നിയന്ത്രണം N. അലി അബ്ദുള്ള. വർഗീയതയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സാമ്രാജ്യത്വം, വംശീയതയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സാമ്രാജ്യത്വം, മതങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് സാമ്രാജ്യത്വം, മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുമുണ്ട് സാമ്രാജ്യത്വം. ഇതിനേക്കാൾ കൂടുതൽ അപകടകാരിയായ ഒരു പ്രതിഭാസം എവിടെ രാഷ്ട്രീയം സാമ്രാജ്യത്വത്തിന് കീഴൊതുങ്ങുന്നുവോ അത്തരമൊരു പശ്ചാത്തലത്തിൽ സാമ്രാജ്യത്വം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വളരെ വേഗം അവർ കൈവരിക്കും. ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇന്ത്യൻ മണ്ണിൽ, കേരളീയ പശ്ചാത്തലത്തിൽ ഇതിന്റെ അവസ്ഥാന്തരങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ഇന്നെത്തി നിൽക്കുന്ന ചുറ്റുപാടുകളിലേക്കും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മോട് സംവദിക്കാൻ പ്രാപ്തരായ ഒരു വൻ നിര തന്നെ എന്റെ പിന്നിലുണ്ട്. SSFന്റെ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന സമ്മേളന പ്രമേയം പ്രതിഫലിപ്പിക്കുന്ന ഒരു എംബ്ലമുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ആ എംബ്ലത്തിൽ അമേരിക്കൻ അമ്മാവന്റെ തൊപ്പി ഭൂതലത്തെ മൂടുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടുമുക്കാലും ഭാഗം സാമ്രാജ്യത്വം ഇന്ന് വ്യക്തമായി കീഴടക്കി എന്ന് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിനെതിരെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ജനകീയമായ ഒരു കൂട്ടായ്മ, പല കൈകളുടെ ഒത്തുചേരലിനെ പ്രതിഫലിപ്പിക്കുന്ന SSFന്റെ പ്രവർത്തകരുടെ രണ്ടു കൈകൊണ്ടുള്ള വ്യക്തമായ പ്രതിരോധത്തിന്റെ ചിത്രവും നമുക്കതിൽ കാണാനാണ്. സ്വകാര്യ മേഖലയിലെ, പൊതുമേഖലയിലെ ഇന്ത്യൻ മണ്ണിൽ സ്വകാര്യവൽക്കരണം നടന്ന് അത് 54% 4 കാശു ലാഭമുണ്ടാക്കാൻ പോന്ന എല്ലാം ആധുനിക സാമ്രാജ്യത്വത്തിന്റെ പുതിയ മുദ്രാവാക്യത്തിന്റെ അക്ഷരത്രയമായ LPGയിലേക്ക് ഞാൻ ഒതുക്കുകയാണ്. ദ്രവീകൃത,
പാചകവാതകം എന്ന അർത്ഥത്തിലല്ല ഞാനിത് ഉദ്ദേശിക്കുന്നത്. ലിബറലൈസേഷന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും ശബ്ദനാമങ്ങളിലൂടെ ഈ ദ്രവീകൃത പാചകവാതകത്തെ പുറത്തേക്ക് തുറന്നുവിട്ടാലുണ്ടാകുന്ന മഹത്തായ അതിഭയാനകമായ അപകടത്തെ കൂടി വെല്ലുന്നതായ അപകടമാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഇന്ന് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമുഖം കാസിം ഇരിക്കൂർ. മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷേ ആ വേദിയിൽ വെച്ച് പണ്ഡിതനായ ജവഹർലാൽ പറഞ്ഞു, ഈ ഡിപ്പാർട്ട്മെന്റിന് മിഡിൽ ഈസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പേരിടാൻ പാടില്ല, പേര് മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു വേദിയിൽ വെച്ചാണ് പറഞ്ഞത്. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാശ്ചാത്യൻ നാമകരണമാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് ഇമ്പീരിയൽ കണോട്ടേഷൻ, അതിനൊരു സാമ്രാജ്യത്വത്തിന്റെ സൂചികയുണ്ട്. അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വേദിയിൽ വെച്ച് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആക്കി മാറ്റി എന്നുള്ള ചരിത്രം നമ്മുടെ ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. സാമ്രാജ്യത്വം കടന്നു വരുന്നത് ഒന്നുകിൽ സായുധരായിരിക്കാം, ടോമഹാക്ക് മിസൈലുകൾ കൊണ്ടായിരിക്കാം, പോർ വിമാനങ്ങളുമായിരിക്കാം, മറ്റല്ലെങ്കിൽ ഇത്തരം കെണിവെപ്പിലൂടെയായിരിക്കാം. എഗ്രിമെന്റുകൾ, കരാറുകൾ, ഉടമ്പടികൾ, അതും ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളുമായി. പക്ഷേ ഈ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരം കരാറുമായോ ഉടമ്പടിയുമായോ വലിയ ബന്ധവുമുണ്ടോ എന്നോ ഇതിൽ താല്പര്യമുണ്ടോ എന്നോ ഇവിടുത്തെ ശക്തികൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആശയാഭിലാഷങ്ങളോ നമ്മുടെ കിനാക്കളോ നമ്മുടെ സ്വപ്നങ്ങളോ ഒരിക്കലും തന്നെ എവിടെയും പ്രയോജിക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ എല്ലാ കുറുക്കുവഴികളും ഉപയോഗിച്ചും കൊണ്ട് എല്ലാതര കുൽസിത ശ്രമങ്ങളും നടത്തുന്നു. CP മുഹമ്മദ് MLA. നമ്മുടെ വസ്ത്രധാരണ രീതിയില്, നമ്മുടെ ഭക്ഷണ രീതികളില്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളില്, നമ്മുടെ കലാഭിരുചികളില് നാം അറിയാതെ സാമ്രാജ്യത്വം പിടിമുറുക്കുമ്പോൾ ഇവിടെ കൊത്തുകോഴികളെപ്പോലെ പരസ്പരം കൊത്തുകൂടുക എന്നുള്ളതല്ലാതെ ഇതിനോട് എതിർക്കുന്നവർക്കെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കേരളത്തിലെ പ്രബുദ്ധമായ കേരളത്തിൽ പോലും കഴിയുന്നുണ്ടോ? മലയാളി മംഗമാര് തലയിൽ ചൂടുന്ന മുല്ലപ്പൂ വരെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ ഉപഭോഗ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വിദ്യാസമ്പന്നമായ ഈ കേരള സംസ്ഥാനത്ത് അതിന് കഴിയുന്നുണ്ടോ? ഇവിടെ കാസിം ഇരിക്കൂർ ADB വായ്പയുടെ കാര്യം പറഞ്ഞു. അത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വാങ്ങുമ്പോഴേ തെറ്റാവുന്നുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷനും എറണാകുളം കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും ഈ ADB വായ്പ വാങ്ങിയാൽ തെറ്റല്ലാതെ വരുമോ? ADB വായ്പ തെറ്റാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി വാങ്ങിയാലും AK ആന്റണി വാങ്ങിയാലും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ വാങ്ങിയാലും എറണാകുളം കോർപ്പറേഷൻ മേയർ വാങ്ങിയാലും തെറ്റാണെന്ന് പറയാനുള്ള സത്യസന്ധത നമുക്കുണ്ടാവണം. അപ്പോഴേ നമ്മുടെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള നമ്മുടെ പറച്ചിലിൽ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. KT ജലീൽ. ലോകബാങ്കിൽ നിന്ന് നമ്മൾ ആദ്യമായി കടമെടുത്തത് 1965-ലാണ്. അന്ന് അവരുടെ ആദ്യത്തെ വ്യവസ്ഥയ്ക്ക് നമ്മുടെ രാഷ്ട്രം കീഴടങ്ങി. നമ്മുടെ രാജ്യത്തിന്റെ പണത്തിന്റെ മൂല്യം കുറക്കണം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ വ്യവസ്ഥ. നീണ്ട 10-18 വർഷക്കാലം ഇന്ത്യയുടെ 2 രൂപ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമായിരുന്നു. ആ സ്ഥാനത്ത് നമ്മൾ ലോകബാങ്കിൽ നിന്ന്, നാണയനിധിയിൽ നിന്ന് കടമെടുക്കാൻ വേണ്ടി അപേക്ഷ നൽകിയപ്പോൾ അവരാദ്യമായിട്ട് നമ്മളോട് പറഞ്ഞു, നമ്മളുടെ പണത്തിന്റെ മൂല്യം കുറക്കണം. അങ്ങനെ 1965 ഫെബ്രുവരി മാസത്തിൽ 4.50 എന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളുടെ പണത്തിന്റെ മൂല്യം കുറച്ചു. അന്നുവരെ 2 ഇന്ത്യൻ രൂപ കൊടുത്താൽ ഒരു അമേരിക്കൻ ഡോളർ കിട്ടുമായിരുന്നത്